നീലത്തിമിംഗലങ്ങൾ നിശബ്ദരാകുന്നു, അല്ലെങ്കിൽ അവ പാട്ട് പാടുന്നത് നിർത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ കാണുകയാണ് നാം. അതിലെന്താണ് ഇത്ര പ്രശ്നം? അവയ്ക്കും വേണ്ട ഒരു റെസ്റ്റ് എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരാഴ്ചയിലേറെയായി ശാസ്ത്രജ്ഞരെ ആശങ്കപ്പെടുത്തുകയാണ് നീലത്തിമിംഗലങ്ങളുടെ ഈ പെട്ടെന്നുള്ള നിശബ്ദത. അതിന് മതിയായ കാരണവുമുണ്ട്. ആ വിവരങ്ങളാണ് ഇന്ന് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഇണയെ ആകർഷിക്കാനോ അല്ലെങ്കിൽ കൂട്ടത്തോടെ എവിടേക്കെങ്കിലും പലായനം ചെയ്യുമ്പോഴോ ഒക്കെയാണ് തിമിംഗലങ്ങൾ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക. അമറലും ചൂളം വിളിയും മൂളലും ഒക്കെയായി പല വിധമുണ്ട് ഈ ശബ്ദങ്ങൾ. ചിലപ്പോൾ പക്ഷി ചലിക്കുന്നത് പോലെയൊക്കെ തോന്നും. അതിശക്തമായ ശബ്ദ തരംഗങ്ങളാണ് ഇവയൊക്കെയും. ശക്തമെന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ അകലെ നിന്ന് പോലും ഈ ശബ്ദങ്ങൾ കേൾക്കാം. ഏകദേശം അരമണിക്കൂറോളം ഇവ നീണ്ടു നിൽക്കുകയും ചെയ്യും. തിമിംഗലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഇവയുണ്ടാക്കുന്ന ഈ ശബ്ദങ്ങൾ ഏറെ അനിവാര്യമാണ്. ഇവ ഡീകോഡ് ചെയ്തെടുക്കാൻ പൂർണ്ണമായും ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിലും തിമിംഗലങ്ങളെ നിരീക്ഷിക്കുന്നതിന് ഇവർ പാടുന്ന ഈ പാട്ടുകളാണ് ഗവേഷകർക്ക് രക്ഷ. ഇത് തന്നെയല്ല, ആഴക്കടലിലെ ആവാസ വ്യവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രജീവികളുടെ നിലനിൽപ്പ് എന്നിവയൊക്കെ അറിയാനും ഇവ ഏറെ അനിവാര്യമാണ്. ശബ്ദ തരംഗങ്ങളുടെ ദൈർഘ്യവും ശക്തിയുമൊക്കെ നിരീക്ഷിച്ചാണ് ഈ പഠനം നടത്തുക. എന്നാൽ കുറച്ചു കാലങ്ങളായി നീലത്തിമിംഗലങ്ങൾ ഈ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വിചിത്രമായ നിശബ്ദത അവരെ പിടികൂടിയിരിക്കുന്നു എന്നാണ് അവരുടെ നിരീക്ഷണം. 2016 മുതൽ നടത്തിയ പഠനങ്ങളിലാണ് ഈ നിശബ്ദതയുടെ കാര്യം ആദ്യമായി ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2016-18 കാലയളവിൽ നടത്തിയ ഒരു പഠനത്തിൽ യുഎസിന്റെ വെസ്റ്റ് കോസ്റ്റ് സമുദ്രഭാഗത്തെ തിമിംഗലങ്ങളെ പഠനവിധേയമാക്കിയിരുന്നു ശാസ്ത്രജ്ഞർ. പ്രജനന കാലത്തെ അവയുടെ സ്വഭാവം മറ്റും പഠിക്കാനാണ് യുഎസിലെ ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ മറൈൻ മാമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരെ പഠനത്തിന് അയച്ചത്. ശിശിരകാലവും വസന്തകാലവും പൊതുവെ തിമിംഗലങ്ങളുടെ പ്രജനന സമയമാണ്. ഈ സമയത്ത് ഇവ നന്നായി ആഹാരവും കഴിക്കും. ഭക്ഷണം സുലഭമായാൽ മാത്രമേ ഇവ സന്തോഷ സൂചകമായും ഇണയെ ആകർഷിക്കാനുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കൂ. എന്നാൽ ഈ പഠനത്തിന്റെ സമയത്ത് തന്നെ ചില സമയങ്ങളിൽ ഈ പാട്ട് പാടെ നിലച്ചതായി ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രദേശത്ത് ഉഷ്ണതരംഗം രേഖപ്പെടുത്തിയ ഒരു സമയത്തായിരുന്നു ഇത്. ആ സമയത്ത് ക്രിൽ എന്ന പ്രത്യേകതരം മത്സ്യങ്ങളുടെ കുറവ് ഈ പ്രദേശത്തുണ്ടായിരുന്നു. നീലത്തിമിംഗലങ്ങളുടെ പ്രധാന ഭക്ഷണമാണ് ക്രില്ലുകൾ. ഇവ കിട്ടാതായതോടെ തിമിംഗലങ്ങളുടെ പ്രജനനവും കുറഞ്ഞതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതോടെ ഇവ പാട്ടുപാടലും നിർത്തി. ഇതേ പ്രവണത പഠനം തുടങ്ങിയ 2016 മുതൽ ക്രമാതീതമായി കുറഞ്ഞു വരുന്നത് ചൂണ്ടിക്കാട്ടി 2023 ഗവേഷകർ പഠന റിപ്പോർട്ട് സമർപ്പിച്ചത്. നീലത്തിമിംഗലങ്ങളുടെ നിശബ്ദത സമുദ്രജീവിതം അടിസ്ഥാനപരമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ് അവർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. നീലത്തിമിംഗലങ്ങൾ നിശബ്ദമാകുന്നതിന് പ്രധാന കാരണം അവയ്ക്ക് ഭക്ഷണം കുറയുമ്പോഴാണ് എന്നതുകൊണ്ടും ഈ ഭക്ഷണം കുറയുന്നത് കടലിലെ കാലാവസ്ഥ അവയ്ക്ക് അനുയോജ്യമല്ലാതാകുമ്പോഴാണ് എന്നതുകൊണ്ടും ഈ വിഷയം അത്ര നിസ്സാരമായി കാണാനാവില്ലെന്ന് പറയുന്നുണ്ട് ശാസ്ത്രലോകം. ഭക്ഷണം കുറഞ്ഞാൽ തിമിംഗലങ്ങളുടെ പ്രത്യുൽപാദനം കുറയുമെന്നതും ഭീഷണിയാണ്.